ചിരിച്ചു പോകും. ഈ അടുത്ത കാലത്ത് അളിയ ഷാജോണെ അപ്പൊ എന്തോ വിഷയം ഉണ്ടല്ലോ. ആ അല്ല ഞാൻ ആലോചിക്കുന്നേ, അല്ലേ ഞാൻ വരുമ്പോ ഞാൻ ചെയ്താൽ ഇവിടെ സ്റ്റേജിട്ട് ഇളക്കുന്നേ. ഷാജേട്ടൻ വന്നപ്പോ ഷാജേട്ടൻ ഡാൻസ് കളിക്കുന്നു, നോബിച്ചേട്ടൻ അനങ്ങത്ത് നോബിച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പോകുന്നു. ഹലോ എഴുന്നേക്ക്. നീ എന്തായാലും നിന്ന് ആടുന്നത് നേരമില്ലേ? ചുമ്മാ നിന്ന് ആടുന്നു. വിഷു ആയതുകൊണ്ട് ഒരു സുഖമില്ല. വിഷു അല്ല, എടുക്കുന്ന എനിക്കൊരു സംശയമുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇവരെല്ലാരും എനിക്ക് തോന്നിയത് ഇവിടെ വരാൻ പറഞ്ഞ ടൈമിനല്ല ഇവര് വന്നത്, എല്ലാരും ഇച്ചിരി ലേറ്റ് ആയി. എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എല്ലാരിലും കാണുന്നുണ്ട്. എല്ലാരും ഒന്ന് നേരെ നിന്നേ. ഇതെത്രയാ? നിങ്ങളെല്ലാരും എവിടെയായിരുന്നു ഇത്രയും നേരം? പിടിച്ചു നെല്ല് വീഴാതെ പിടിച്ചു. ഹലോ, ഇങ്ങനൊന്നും ആവില്ല തരാം, പക്ഷെ എല്ലാരും ഒന്ന് ചെറുതായിട്ട് മിനിങ്ങിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഇതിപ്പോ സംഭവം എന്താ വെച്ചാല് ക്രിസ്മസ് വൈബിലായതുകൊണ്ട് ചിലപ്പോ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി മിനിങ്ങിട്ടുണ്ടാവും. പക്ഷെ ഇത്ര ഫിറ്റൊന്നും ആവുന്ന രീതിയിലൊന്നും അല്ല. മഞ്ഞ ഒരു കാര്യം ചെയ്യാം, അറ്റത്തെ കൂടി ഇച്ചിരി അയ്യപ്പ പൈച്ചു അവിടെ. ഹലോ, നിങ്ങളൊക്കെ മിനിങ്ങിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം നമ്മുടെ ഒരു മെഷീൻ ഉണ്ടല്ലോ, ഇത് ചെക്ക് ചെയ്ത്. മെഷീന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പോയി ഞാൻ കൊണ്ടുവരട്ടെ. മറ്റേ ബ്രീത്തിങ് മെഷീൻ എന്താ പറയുന്നത്? ചേച്ചിക്ക് അവിടെ വരെ കൊടുക്കരുത്, കയ്യിലിരുന്ന് കത്തുവത്. നോക്കട്ടെ. ഹലോ വിളിക്കണമെങ്കിൽ ചേച്ചിന്റെ ഫോണ് അപ്പൊ ഇതാ ഒരു കാര്യം, ഇതാണ് നമ്മുടെ ചേച്ചിയാണ്. ഇല്ലല്ല, എനിക്ക് തോന്നുന്നു ബ്രെത്ത് അനലൈസർ. ഓക്കെ, സോ എനിക്ക് അറിയില്ലല്ലോ, ഞാൻ ഇതിലൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്. പോലീസ് കണ്ടത് അല്ല ഓടുമല്ലോ, ഇത് ഊതാതിക്കൂലല്ലോ. അല്ല, നീ അടി ഒരു അടിച്ചു വിറ്റ കാറിൽ ഹെൽമെറ്റ് വെച്ചോണ്ട് ഒരിക്കലും അല്ല. ഭയങ്കര ഓവറാക്കുന്നത് നോബിച്ചേട്ടനിൽ ഞാൻ തുടങ്ങാം. നോബിച്ചേട്ടൻ സ്വന്തമായിട്ട് പറഞ്ഞ വീട്ടിലുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഗ്ലാസ് ആദ്യം അപ്പൊ തന്നെ ഊതി കൊടുക്കും. ബ്രെത്ത് അനലൈസറിൽ നമ്മൾ ആദ്യം നോബിച്ചേട്ടനാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നോബിച്ചേട്ടാ, കള്ളത്തെ പറ്റും ഇങ്ങനൊന്നും പറ്റില്ല, ഹാർഡായിട്ട് തന്നെ പുറത്തോട്ട്. സംശയം ചോദിച്ചോട്ടെ, മദ്യം മാത്രമല്ലേ പിടിക്കുള്ളൂ? ബ്ലഡ് ടെസ്റ്റ് വേണം. ഓക്കെ, ഇതേതോ കൂടിയ സാധനമാണ്. അടുത്തത് അഖിൽ ബിന്ദു പഠിക്കുന്ന സൗണ്ട്. ഇത് ജവാൻ വെള്ളം പോലും ഒഴിക്കാതെ ഗിസ്കിനെ അടിച്ചു. ബിന്ദു പണിക്കറാണ്. അയ്യോ, ഇനി അടുത്ത ആരുടെയാണ്? ചേട്ടൻ. ഇവിടെ ഞങ്ങളെ മാത്രമേ അടിക്കൂല, നിങ്ങളൊന്നും അടിക്കൂലേ? വാ മോളെ. അല്ല ഞാൻ ആയു റെഡി? ഓ, ഭയങ്കര കോൺഫിഡൻസ് ആണ്. കള്ളി വൈറ്ററമോ അടിച്ചിട്ട് ഏലക്കയും പെരിഞ്ചീരകവും മിക്സ് ചെയ്ത് അടിച്ച് മണം കിട്ടാതിരിക്കാൻ വേണ്ടി ചവച്ചോണ്ടിരിക്കുകയാണല്ലേ. ആ ബോക്സ് ഇവിടെ ഏലക്കയുടെ സാധനം ഞാൻ കാണിച്ചു തരാം. വേണോ? അതാ വിട്ടേക്ക് പോട്ടെ. ശരി ചേച്ചി, കൺഗ്രാചുലേഷൻസ്. ഒരു മിനിറ്റ് ചേച്ചി, ശരിക്കും സീരിയസ്? അയ്യപ്പ ബൈജുവിന്റെ ഫീമെയിൽ വെർഷൻ. ആള് ഫിറ്റാണ്. ഏതാണ് അടിച്ചതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. എന്തൊക്കെ പറയണേ? അടിച്ച സാധനം അടിച്ചിട്ടുണ്ട്. ഇനി ഈ കൂട്ടത്തിൽ ഏറ്റവും, അതായത് സംഭവം നമ്മൾ തമാശക്ക് ചെയ്യുന്നതാണെങ്കിലും ശരിക്കും ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. നമ്മൾ കാണാതെ പോരുത്. അയ്യോ, കണ്ണൊക്കെ മെഷീൻ വേണ്ടി വരും. ഒരിടത്ത് കൃഷ്ണപടി ഒരിടത്തൊക്കെ ആയി. ഞാൻ ജാമ്യത്തിന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് ഊതിയാ മതിയോ? നിനക്ക് 4 കണ്ടിപ്പം 2 ലെൻസും. മദ്യം മാത്രമേ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ, ബാക്കി ഒന്നും എന്റെ ഡിപ്പാർട്ട്മെന്റ്. വിഷയം കറക്റ്റ് ആണ് കേട്ടോ. ഊതണ്ട, അല്ലാണ്ട് തന്നെ അറിയാം. എന്നാലും നല്ലൊരു ക്രിസ്മസ് ആയിട്ട്. കൊച്ചു കള്ളി വൈറ്ററമോ അടിച്ചിട്ട് ഏലക്കയും പെരിഞ്ചീരകവും മിക്സ് ചെയ്ത് അപ്പൊ എനിക്ക് മനസ്സിലായി, രണ്ടുപേരും ഷെയർ ഇട്ടൊരു സാധനം. ഓക്കെ, നമ്മളുടെ ബോസ്. ഇപ്പൊ വിഷാംശം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ വിഷയം നടക്കൂ. അടിച്ചിട്ടില്ല. മെഷീൻ കേടായിരുന്നു.
മെഷീൻ അടിച്ചു പോയി കാണാം. ഒരു മിനിറ്റ്. അത് കൊടയാൻ വേണ്ടി അത് പനി അവസാനത്തെ നോക്കണ സാധനമാണ് ചേച്ചി അങ്ങനെ കുടഞ്ഞിട്ട് വെക്കണം. വോട്ട് തരാം. ഇല്ല അല്ല ഇതൊക്കെ എന്താ ഒരു തമാശ. നമ്മൾ ആരും ഇവിടെ ഫിറ്റ് അല്ല. നമ്മൾ നമ്മളാരും fit അല്ല. നമ്മൾ ആരും ഫിറ്റ് അല്ല. ബിക്കോസ് നമ്മൾ ഇതിന്റെ സന്തോഷത്തിലാണ്. ഇങ്ങോട്ട് വാ. അല്ല ആരും ഫിറ്റല്ലെന്നപ്പോ എനിക്കൊരു സംശയം. അവൾക്ക് അതല്ല, അവളെ വിളിക്കാത്തതിന്റെ ഒരു വിഷമം. അതാണ് എന്നാ പാഠം. പറയടാ ബ്രോ, ആരും ഇവിടെ ഫിറ്റ് അല്ല. അത് നമ്മൾ തമാശക്ക് ചെയ്താണ്. പക്ഷെ ഇവരുടെ ബാലൻസിങ് എനിക്ക് അറിയണം. ബാലൻസിങ് ഇവർക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയണം. എത്രത്തോളം ബാലൻസിങ് ഉണ്ടെന്ന് എനിക്കറിയണം. ആ ഇത് സംഭവം നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും. ബാങ്ക് ബാലൻസ് ഇത് നമ്മുടെ സാന്റാക്ലോസ് ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു വാക്കിംഗ് സ്റ്റിക്ക്. ഇതിന് ഈ ഒരു ഫിംഗറിലുണ്ടല്ലോ ഇങ്ങനെ നിർത്തണം. ലേഡീസ് ഫസ്റ്റ്. ലേഡീസ് ഫസ്റ്റ്. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു കയ്യില് ബാലൻസ് ചെയ്ത് 1 മിനിറ്റ് ഇങ്ങനെ നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. ഒന്നും ആരെ കൊണ്ടും പറ്റില്ല. നോക്കാം. Your time starts now. Come on, Shraddha, come on. കൗണ്ടർ ടൈമർ ഉണ്ട്. ടൈമർ. ശ്ശേ, പൊളിച്ച് കേട്ടോ. ശ്വേത ചേച്ചിയുടെ വർക്ക് ലൈഫും ഫാമിലി ലൈഫും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ തന്നെ നോക്കൂ. വളരെ നിസ്സാരമായിട്ടാണ് ഒരു കമ്പും കഷ്ണവും. ഏയ് ഇത് സംഭവം കേട്ടാ. അതന്നെ. ഇന്നൊരു ദിവസം മൊത്തം ഇങ്ങനെ നിൽക്കുമോ നോക്കാം. നിർത്തണത് ചേച്ചി ബോംബെ സർക്കസിലുണ്ടായിരുന്നു. ഗുഡ് വൺ. ഇത് ഭയങ്കര കേട്ടാ. വിടല്ലേ. ടൈമർ ആയി കാണണം. കഴിഞ്ഞിരിക്കാണ്. സൂപ്പർ. ഇല്ല, എത്ര നേരം പോകുന്നു? ഞാൻ ഒരു കാര്യം പറയാം. ചേച്ചി ഇത് ചെയ്യും. ഷാജോൻ ചേട്ടൻ ആട്ടയിൽ നെഞ്ചു വെച്ചിട്ട് കിടക്കും. ഞാൻ ട്യൂബ് കടിച്ചിരുന്നു. നമുക്ക് പാലക്കാട് ഒരു ഷോ പിടിച്ചാലാ. അപ്പൊ ശ്വേത ചേച്ചി ആക്ച്വലി ബാലൻസ് ചെയ്യാൻ മിഡിക്കാണെന്നുള്ളത് നമുക്ക് എന്ന് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വർക്ക് ലൈഫും പേഴ്സണൽ ഫാമിലി ലൈഫും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന പോലെയാണ് Thank you. ഇത് കിടിലമായിട്ട് കൊണ്ടുപോകും. താങ്ക് യു. ശ്രീ ചേട്ടാ. ശരി എന്നാ ഷാജൻ ചേട്ടാ. ഷാജൻ ചേട്ടാ കുഴപ്പമില്ല. ഷാജൻ ചേട്ടാ ഇത് നമ്മളൊരു ഫണ്ണായിട്ട്. Come on, let's do it. Your time starts now. അല്ല, ചേട്ടനാണ്. Hey, ഏയ്, പോരുത്. ഏയ്, പോരുത്. അത് അയ്യേ ഇതിനും ചേട്ടാ മാജിക് അറിയാവോ ചേട്ടാ? ദേ, ദേ, അത് ദേ, കൊള്ളാം കേട്ടാ. ആ സൂപ്പർ. അല്ല പിടിച്ചു. Try ചെയ്ത്, try ചെയ്ത്. complete ചെയ്തില്ല. That was a good വെരി try. ഗുഡ്, വെരി ഗുഡ്. നമ്മൾ try ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തു. Try ചെയ്തു. ഇനി അടുത്തത് നോബിച്ചേട്ടാ. എന്നൊരു ടെൻഷൻ. എന്തൊരു ടെൻഷൻ. കൈ വരയ്ക്കും. Your time starts now. ദാ പോകുന്നു. ഓഹോ പൊളി. അതൊരു പാമ്പല്ല അതിനെ നോക്കി ഇങ്ങനെ പേടിപ്പിക്കാൻ. ഇനി നോക്കണേ. ഇനി അടുത്ത ഇങ്ങനെ ആക്കുവേ ഞാൻ. എന്നിട്ട് എന്താ തരും. നൈസ്. ഇനി അടുത്ത നമുക്ക് അഖിൽ. ഗുഡ് ജോബ് അഖിൽ. റെഡി? ആരൊക്കെയാണ് ഫിറ്റ് എന്നുള്ളത് ഇപ്പൊ മനസ്സിലാവും. നിഷ്കളങ്കമായ നമ്മുടെ ബിന്ദു പണിക്കർ അതാ ആരംഭിക്കുന്നു. ശരി എന്നാ ദാ വേദിയിലേക്ക് അടുത്തതായിട്ട് ബിന്ദു പണിക്കറിന്റെ മിമിക്രി വേണ്ടേ? ശരി എന്നാ അഖിൽ അതാ തുടങ്ങുകയാണ്. Your time starts now. ഇല്ലില്ല, ബിന്ദു ചേച്ചി പോലെ അല്ല ഇത്. നന്നായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. എവിടെയോ ഇടയ്ക്ക് ബിന്ദു പണിക്കർ കയറി വരുന്നുണ്ട്. പക്ഷെ എന്നാലും വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞോണ്ട് അഖിൽ സൂപ്പർ ആയിട്ട് അടിപൊളി സ്റ്റഡി ആയിട്ട് മൂവ് ചെയ്യാതെ അതാ അഖിൽ ബുദ്ധിപൂർവം ബിന്ദു പണിക്കർ ചേച്ചിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. നല്ല സ്റ്റഡി ആയിട്ടോ നിൽക്കുന്നേ. ഒട്ടും ഷേക്കിംഗ് ഇല്ല. ഈ കൂട്ടത്തിൽ ഏറ്റവും മുന്നേനം അടിച്ചിട്ട് പോലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന അഖിൽ. ഓക്കെ അഖിൽ മതിയണം. ഒന്ന് 2 മിനിറ്റ് 2 മിനിറ്റായി. ഓഹോ ഛേ.
അത് കൊടുത്തു. അല്ലേ നന്നായിരുന്നു. ഇനി അടുത്ത നമുക്ക് നമ്മുടെ രണ്ട് ഗേൾസ് മനുഷ്യർക്കൊന്നും പറ്റണം. അല്ല ഒരു കാര്യം ചെയ്യും. അപ്പൊ രണ്ടുപേരുണ്ടല്ലോ ഒരുമിച്ച് മത്സരിക്കണം. ആ കമ്പും എടുത്തോണ്ട് എടുക്കാം. ഓക്കെ, എന്റെ ഒരു വിരലും അവളുടെ ഒരു വിരലും വെച്ച് ഞങ്ങൾ ഒന്നിച്ച് മത്സരം. വല്ലപ്പോഴല്ലേ ഒരു അവസരം കിട്ടുന്ന നടക്കാൻ, അതും തട്ടിക്കളയോ? എടാ ഫ്രണ്ടിൽ നിന്നോടാ. ഓക്കെ റെഡി. ദയാലയും ശ്രീവിദ്യയും അതാ ശ്രീവിദ്യയും ദയാലയും. പ്രകടനങ്ങളാണ്. Your time starts now. പറ പറ പറ. ഏ? ഇപ്പൊ പറ പറ. ദയാലയും ശ്രീവിദ്യയും അവതരിപ്പിക്കുന്ന ആണ്ട്. ആ. വെക്കടാ വെക്കടാ. വെക്ക് വെക്ക് വെക്ക്. ഒന്നിനു ചെയ്യും. ആ കഥവ് തുറന്നു വിടാൻ പോട്ടെ. എനിക്കറിയൂടാ. അമ്മാ. പറ്റും പറ്റും പറ്റും. നിന്നെ കൊണ്ട് പറ്റും പറ്റും. അതൊക്കെ എങ്ങനെയൊക്കെ കാണിക്കുന്നു. പറ്റും 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 മോളെ പറ്റും പറ്റും പറ്റും. യു ആർ ഡൂയിങ് ഇറ്റ് ഗ്രേറ്റ്. ഗുഡ് ജോബ്. നീ എന്നെ തളർത്തല്ലേ? ഗുഡ് ജോബ് ഗുഡ് ജോബ്. കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്റ്. സൂപ്പർ സൂപ്പർ. ശ്രീവിദ്യ സൂപ്പർ. പോയി. ഗുഡ് ജോബ്. ശരി, വേഗം പരിപാടിയിലേക്ക് ഇറക്കാം. അതാണ് നല്ലത്. ഇനി വേറെ ഒന്നും പറയാൻ നിൽക്കണ്ട. ആരുടെ സ്കിറ്റ് എപ്പോ ഇറക്കുന്നു, എങ്ങനെ, എവിടെ, എപ്പോ. നമുക്ക് ഇത് ഇച്ചിരി ക്ഷീണിച്ചെങ്കിൽ ഓരോ ചായ കുടിച്ചാലോ? അതെ. അങ്ങനെയാണെങ്കിൽ പൂച്ചാറ്റീര തേയില വെച്ച് ഓരോ ചായ കുടിച്ചാലോ? ഇത് വേറെ സംഭവം ഉണ്ട്. ഈ തേയിലല്ലേ എന്റെ നറുക്കെടുപ്പും കൂടെ ഇടുന്നു. പിന്നെ തേയില വാങ്ങി കഴിയുമ്പോ ലക്കി ഡ്രോ. കാറ് ലക്ഷറി അപ്പൊ അത് കുടിക്കാം കുടിക്കാം. ഓക്കെ. ഞാനോ? ഹലോ എവ്രിവൺ, ഗുഡ് ഈവനിങ്. ഈവനിങ്. ചായ കുടിക്കൂ, സമ്മാനം നേടൂ. കേരളത്തിലെ നമ്പർ 1 തേയില ഗ്രൂപ്പായ പൂച്ചാട്ടിയുടെ ബമ്പർ നറുക്കെടുപ്പാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണണം. ഇതിൽ ആരാണ് വിജയി എന്നുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് ആയിരിക്കും അല്ലേ? അതെ. അപ്പം അതെല്ലാ റിസൾട്ടും നമ്മൾ 7 മണിയോടെ തന്നെ അറിയിക്കുന്നതാണ്. ഓക്കെ, ചായ കുടിക്കൂ, സമ്മാനം നേടൂ. ചായ കുടിക്കൂ, സമ്മാനം നേടൂ. ഇതിൽ വിജയാവുന്നവർക്ക് ഒരു ലക്ഷറി കാറാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിരവധി സമ്മാനങ്ങളും ഉണ്ട്. ഇതെല്ലാം നറുക്കെടുക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ പൂച്ചാട്ടിയുടെ ഓണറായ ബോണി ചമ്മന്തിയൂർ സാറാണ്. ചായ കുടിക്കൂ, സമ്മാനം നേടൂ. എടുത്തോ 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 എടുത്തോ. എടുത്തോ. അന്ന് എന്റെ ഒക്കത്തോട്ട് കയറിയില്ല, ഞാൻ ഇന്ന് എടുക്കാം. എടുത്തോ എടുത്തോ എന്ന് പറയുന്നത്. പക്ഷെ അതല്ലെന്ന് നറുക്കെടുത്തോന്ന്. ഓ, ബോണി ചമ്മന്തിയൂർ സാർ ഇങ്ങോട്ട് വരട്ടെ, അപ്പോൾ നമ്മൾ നറുക്കെടുക്കും, സമ്മാനവും കൊടുക്കും. നമ്മള് കുറച്ച് ഏജൻസികളൊക്കെ എടുത്തിട്ടുണ്ടേ. ആ, എവിടെ ഏജൻസി എടുത്തേക്കുന്നേ? എവിടാ എടുക്കാത്തെ? എവിടാ എടുത്തിട്ടുള്ളേ? കേരളത്തിലെ 12 ജില്ലകളിലും നമ്മൾ ഏജൻസി എടുത്തിട്ടുണ്ട്. അതിന് കേരളത്തിൽ 14 ജില്ലയല്ലേ? എനിക്ക് 12 മക്കളുണ്ട്. ഈ 12 മക്കൾക്കും 12 ഏജൻസീസ് ആണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. ശോ, നിങ്ങൾക്ക് 12 മക്കളാന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അല്ല, നിങ്ങൾക്ക് ഈ 12 എണ്ണത്തിനൊക്കെ നിങ്ങൾ എങ്ങനെ പേരിട്ടെ? ആദ്യത്തെ 5 എണ്ണത്തിന് പേരിട്ട് ബാക്കിയുള്ളതിനെ നിരത്തി പിടിച്ച് നമ്പർ ഇട്ടങ്ങ് വിട്ടു. അല്ല, അപ്പൊ വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാവത്തില്ലേ? എന്ത് ചോദ്യാ മോളെ ചോദിക്കുന്നത്? വീട്ടിൽ വഴക്കുണ്ടാവത്തില്ലേന്നോ? ദേ ഇന്നലെ തന്നെ 8ഉം 12 അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും. അവസാനം 6 ചെന്ന് അവസാനിച്ചത്. 6 ഡോക്ടർ ആയിരിക്കും അല്ലേ? അല്ലല്ലല്ലേ, എന്റെ മോനാ. അവനാ ഇവരെയൊക്കെ വാരിപ്പിറക്കി ആശുപത്രി കൊണ്ടാക്കിയത്. അപ്പൊ ഈ നറുക്കെടുക്കുന്നൊക്കെ എപ്പോഴാ? നറക്കൊക്കെ എടുക്കാം. ബോണി ചമ്മന്തിയൂർ സാർ ഇങ്ങോട്ട് വന്ന അടിക്കും. അടിച്ചിരിക്കും. അടിക്കൂന്ന് പറഞ്ഞ അടിച്ചിരിക്കും പറഞ്ഞില്ലേ? നീ സാറിനെ തല്ലുവാടാ? അയ്യോ, സാറിനെ തല്ലൊന്നുമില്ല, നിറക്കെടുപ്പ് എനിക്ക് തന്നെ അടിക്കൂന്ന്. പിന്നെ ഞാനിവിടെ ആരെ കാണാൻ നിക്കുവാ? അയ്യോ, മനുഷ്യനായിരുന്നോ? ഞാൻ വിചാരിച്ചു ബൊമ്മയായിരിക്കുന്നേ. ഞാൻ ഈ തൈലയുടെ വലിയൊരു പ്രാന്തനാ. എന്ത് തേയിലയുടെ വലിയൊരു പ്രാന്തനാ. അതേപോലെ തന്നെ പൂച്ചാട്ടീന്റെ വലിയൊരു ഫാനറാ. വലിയ പാന്റ് ആണെങ്കിലേ ഒരു ചെറിയ ചരടിട്ട് കെട്ടി വെച്ചാരില്ലേ വലിയ പാന്റിങ് ഊരി പൊരുന്നാണ്ട് അറ്റത്ത് കിടക്കുക. അല്ല, അപ്പൊ നിങ്ങൾ തോട്ടത്തിലൊന്നും പോവാറില്ലേ? ഇല്ല, പഞ്ചായത്ത് നിന്ന് കക്കൂസ് തന്നു. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ, നിങ്ങൾ തോട്ടത്തിൽ തേയില മേടിക്കാൻ പോവൂലേന്ന്. ഓ, ആ പരിപാടിയെ നിർത്തി. തോട്ടത്തിനെ പിടിച്ച് കടിച്ച? അയ്യോ, അതല്ല, തോട്ടത്തിൽ തേയില നുള്ളിക്കൊണ്ടിരിക്കായിരുന്നു ചേച്ചി. ആ ചേച്ചി ഞാൻ നുള്ളിന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ ആകാംക്ഷപൂർവ്വം ഇത്രയും നേരം കാത്തിരുന്ന നമ്മുടെ ബോണി ചമ്മന്തിയൂർ സാർ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സാറേ, സാറതോ അങ്ങോട്ട് പോയി. അടിപൊളി അടിപൊളി.
സാറേ സാർ എന്തിനാ അങ്ങോട്ട് പോയി? അവിടെ വേറെ വല്ല നറുക്കെടുപ്പ് നടക്കുന്നുണ്ട്. അയ്യോ വേറെ നടക്കണപ്പൊന്നുമില്ല. പിന്നെ ഈ ഓടുന്ന എന്റെ വീക്ക്നെസ്സാ. ഞാനും കുറെ നോക്കിയത് സാറേ, പക്ഷെ എന്റെ കുറഞ്ഞില്ല. സാറിന്റെ പെട്ടെന്ന് കുറഞ്ഞല്ലേ? എന്തോന്ന് കൊളസ്ട്രോള്. എടാ ഇത് കൊളസ്ട്രോൾ ഇറക്കി ഓടുന്നതല്ല, ചാരിറ്റിക്ക് ഓടുന്നതാ. സാറിന് ഈ പൂച്ചിട്ടി അല്ലാതെ ചാരിറ്റി അല്ല പൂച്ചാട്ടി. അതന്നെ. സാറിന് ഈ പൂച്ചാട്ടിയും ചാരിറ്റി രണ്ട് തേയില കമ്പനി ഉണ്ടോ? എടോ ചാരിറ്റി എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ്. ഓ, പൈസക്കാർക്ക് എത്ര വേണേലും റെസ്റ്റ് എടുക്കാമല്ലോ. സാറേ, സാർ ഞാൻ സാറിന് വലിയൊരു ആധാരനാണ്. ആധാരനോ? ആരാധകനാണ്. ഓ സാറേ, വലിയൊരു ആരാധകനാണ്. പിന്നെ പുറത്തെഴുതി പോച്ച ബോർഡൊക്കെ ഞാൻ എഴുതി. പുറത്തെഴുതി കൂടെ താനാണ് ഇത്? അതെ. എന്തിനാ സാറേ പിന്നെ തല്ലിയത്? നമ്മുടെ കമ്പനിയുടെ പേരെന്താ? പൂച്ചാട്ടി. പിന്നെ എന്തിനാടാ നീ പുറത്ത് പൂച്ചാണ്ടി എന്ന് എഴുതി വെച്ചിരിക്കുന്നേ? അയ്യോ സാറേ, ക്ഷമിക്കണം സാറേ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു സാറേ വീട്ടില്. അതുകൊണ്ട് സാറിന്റെ വീട്ടിലെ ആ ഗോൾഡൻ കാർ കഴുകണ ജോലി എനിക്ക് തരും സാറേ. എടോ എന്റെ വീട്ടില് വേറെ കുറെ പണിയുണ്ട്, തനിക്ക് അതൊക്കെ തരാം. ഇല്ല, പറ്റില്ല സാറേ, എനിക്ക് ഗോൾഡൻ കാർ വേണം സാറേ. കയ്യില് നല്ല തഴമ്പുണ്ടല്ലോ. ആ എന്റെ ഗോൾഡൻ കാർ ഇട്ട് അരയ്ക്കുമ്പോഴേ ആ സ്വർണ്ണം എല്ലാം കൂടെ ഊരി പോരാനാവും. എന്നിട്ട് ആ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇട്ട് തട്ടും. ആ നടക്കത്തില്ല. ആ അപ്പൊ സാറേ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാൻ വരും. കച്ചോടം പൊട്ടിയ പോവട്ടായി പോയി അമ്മായി കൊച്ചമ്മായി കച്ചോടം പൊട്ടിയ പോവട്ടായി പോയി. സാറേ എന്താ സാറേ കാണിക്കുന്നേ? ഇത് ഡാൻസ്. ഞാൻ എവിടെ പോയാലും ഡാൻസ് കളിക്കും. എന്നെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചു, ഡാൻസ് ഫ്രീ. ഒരു കല്യാണത്തിന് വിളിച്ചു, ഞാൻ ഡാൻസ് കളിക്കും. എന്തിനും ഒരു മരണ വീട്ടിൽ വിളിച്ചടക്കം ഞാൻ ഡാൻസ് കളിക്കും. ഡാൻസ് ആണ് എന്റെ മെയിൻ. എന്നാ നമുക്ക് നറുക്കെടുപ്പിലോട്ടം കിടന്നാലോ? അവര് നടക്കാം. സമയം വൈകി, വേഗം ആയിക്കോട്ടെ സാറേ. അപ്പൊ നമുക്ക് നറുക്കെടുക്കാം. എടുത്തോളൂ സാർ. എനിക്കാണോ ഫസ്റ്റ്? അല്ല, അപ്പൊ എനിക്കായിരിക്കും. എനിക്കാണോ? അല്ല, ഞാനല്ലേ ഏജൻസികളുടെ അടുത്ത് എനിക്കായിരിക്കും ഫസ്റ്റ്. അപ്പൊ നമ്മുടെ വിന്നറിനെ അനൗൺസ് ചെയ്യാണ് കുട്ടിയാക്കി. ഞാനോ? ആ അല്ല, ഞാൻ ഈ ചായപ്പൊടി വാങ്ങാറില്ല, എനിക്ക് ടിക്കറ്റ് കൊടുത്തിട്ടില്ലേ? ഫാൻസ് എല്ലാം എഴുതി ഇട്ടതായിരിക്കും. ചേട്ടൻ വാ, ചേട്ടനാണ് ഇതിന്റെ winner. Come on. അയ്യോ, എനിക്കിത് ഭയങ്കര സംഭവമായി പോയി. Congratulations. താങ്ക് യു. ഓ താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പോ നമുക്കിനിയും കാറിന്റെ താക്കോല് കൈമാറുന്ന ചടങ്ങാണ്. താക്കോൽ എടുത്തിട്ട് വരൂ. എന്റെയാണ് കമ്പനി. അറിയാം, സാറിന്റെ ഭയങ്കര ഫാനാണ് ഞാൻ. അടിപൊളി. അപ്പൊ നമുക്ക് താക്കോല് കൈമാറാം. സാറേ ഒരു ഫോട്ടോ എടുക്കണേ. ഓ താങ്ക് യു, താങ്ക് യു. ഒരു സെക്കൻഡ്. ഹലോ എടാ, നമ്മുടെ കാറില്ലേ, അതാ മറ്റേ പുള്ളി ചോദിച്ചില്ലേ, കൊടുക്കുന്നാന്ന് ചോദിച്ചില്ലായിരുന്ന? അതൊക്കെ വിറ്റേര്, ഇപ്പൊ തന്നെ വിറ്റോ. കിട്ടിയ പൈസ കിട്ടും. എനിക്ക് വേറെ വണ്ടി കിട്ടി. വിറ്റോ. ഓക്കെ ശരിയാടാ. ഓ ശരി. ഞാൻ സത്യത്തിൽ വേറൊരു കാർ എടുക്കണമെന്ന് പറഞ്ഞ് ഇരിക്കുവായിരുന്നു. എന്റെ കാർ ഒരുപാട് പേര് ചോദിച്ചിട്ട് കൊടുക്കായിരുന്നു, വിൽക്കാൻ പറഞ്ഞു. താങ്ക് യു. എന്തായാലും ഇത് എന്നാലും ഇത് ആര് എഴുതി ഇട്ടെന്നാണ് എനിക്ക് അറിയാൻ പാടില്ലാത്ത. അങ്ങനെ അങ്ങനെ ഫാൻസ് ഉണ്ടാവാൻ സാധ്യത ഇല്ല എനിക്ക്. അഖില് ഫാൻസില്ലെന്ന് ഇങ്ങനെ പറയാൻ പറ്റും? കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ബിന്ദു പണിക്കർ ചേച്ചിയുടെ വോയിസ് പോയില്ലേ, അത് കേട്ട് ഫാൻ അതായിരിക്കും അല്ലേ? അത് കേട്ടവരാരെങ്കിലും ആണെങ്കിലേ ഉറപ്പായിട്ട് അത് കീർക്കളയാൻ ചാൻസ് ഉള്ളൂ. ഇതൊന്നും കിട്ടൂല. അല്ലെങ്കിൽ ആ തേയില പൊടിയിട്ടല്ലേ കത്തി. എന്നാലും നമ്മള് ഇവനോട് ട്രിപ്പ് പോവും ഈ വണ്ടിയിൽ കേട്ടോ. ഉറപ്പായിട്ടും നമ്മള് ഫസ്റ്റ് ട്രിപ്പ് എവിടെ പോണോന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സെറ്റ്. അല്ല, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലെ ലക്ഷറി വാല് വളയുണ്ടല്ലോ. ഓക്കെ വേണ്ടേ? കാർ എടുത്തിട്ട് വരൂ. ഓ ഇത് അല്ല, വേറെ ഇത് കാറുണ്ട്. ഓ അങ്ങനെയാണല്ലേ. അപ്പൊ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സൂപ്പർ കാറാണ് നമ്മൾ കൊടുക്കുന്നത്. ലക്ഷറി. ദാ സാർ കൈമാറി. പിടിക്കൂ, സന്തോഷത്തോടെ പിടിക്കുമെങ്കിൽ. ഇതാ കാർ. ഇതാണ്. അതെ, ഇതാണ് കാർ. ഹലോ, ഇത് തൊട്ട് വരരുത്. എടാ. ഓ കിട്ടിയ പൈസ അങ്ങ് വാങ്ങിച്ച കയ്യോടുകൂടി. അല്ലെങ്കിൽ പറയുന്ന ഒന്നും സമയത്തിന് ചെയ്യരുത്. ഇത് അപ്പ തന്നെ എടുത്തങ്ങ് പൂച്ചയെ കൊടുക്കും പോലെ. ആ ശരി. ഓ ഓട്ടോ പിടിച്ച് വരാം വീട്ടിലോട്ട്, കുഴപ്പമില്ല. ശരി. ഓ ഈ വലിയ കാർ കാണിച്ചിട്ട് ഈ കുട്ടി കാറാണ് എനിക്ക് സമ്മാനമായിട്ട് തരുന്നത്. അണ്ണന്റെ പേരെന്താണ്? എന്റെ പേര് കുട്ടിയകിൽ. ഈ സ്കിറ്റ് കളിക്കുന്നാരാ? ഇത് കുട്ടികളുടെ സ്കിറ്റ്. കുട്ടികൾ കളിക്കുന്ന ഈ കുട്ടി സ്കിറ്റില് കുട്ടിയകിൽ നീ കുട്ടി കാറിലെ തരാൻ പറ്റുമോ? ഇതൊരു കുട്ടി പരിപാടിയായി പോയി കേട്ടോ. പൊളി.
ഇതെന്താ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നേ? കേക്കാണോ? അത് ഞങ്ങള് സെറ്റ് ചെയ്ത് വെച്ചതാ. ഇത് ആർക്കാണോ? കൊണ്ട് വെച്ചേക്കുന്ന എന്തിനാ? അത് ഞങ്ങടെ ഞങ്ങളുടെ വടക്കേക്കരയുടെ പരിപാടിയാനി. പൊളിച്ചു. എന്താ അറിയോ, ആ. നമ്മളിപ്പോ ക്രിസ്മസ് ആണല്ലോ, നമ്മുടെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അപ്പൊ ഇവിടെ സ്കിറ്റ് വന്നു, അതെ. ഡാൻസ് ഒക്കെ നമ്മൾ കണ്ടു, പാട്ട് കേട്ടു. പാട്ട് കേട്ടു, അങ്ങനെ കുറെ പരിപാടിയുണ്ട്. ആ ഇപ്പൊ ഇവിടെ എന്താണ് സംഭവം? അതായത് ഇവിടെ മിമിക്രി ആണല്ലോ വരാത്തത്. ആ. അപ്പൊ അങ്ങനെ ഈ ഫ്ലോറിൽ തന്നെ, നമ്മുടെ ഫ്ലോറിൽ തന്നെ വന്ന് മിമിക്രി ചെയ്ത് വൈറലായ 3 പേരുണ്ട്. ആ ഇവിടെ ഒരുപാട് ഞെട്ടിച്ച് 3 പേരാ. അത് 3 വട്ടം ഒരു 3ആയിട്ടാ വന്ന്. ഇന്ന് അവർ 3 പേര് ഒരുമിച്ച് വരാൻ പോകുന്നു. പടക്കം പോലെ. പടക്കം പോലെ, മാലപ്പടക്കം പോലെ. സെറ്റ്. ഹോജാരാജോ മാറിക്കോ, പിള്ളേര് വരട്ടെ. നീ മാറിക്കോ, പിന്നെ പിള്ളേര് വരട്ടെ. ഇനി നിനക്കവിടെ ഇതിലെ മാറിപ്പോ, സൈഡിലിരുന്നോ. നീ ആ കെ ആർ പ്രസാദിന്റെ ബാലയിലെ കർട്ടൻ എടുത്ത് അല്ലല്ല, കല്യാണത്തിന് കണ്ടിട്ടില്ലേ? ഒരുപാട് സന്തോഷം. ഓക്കെ, ഞങ്ങളുടെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. ആ അതായത് നമ്മുടെ എയറിലായിട്ടുള്ള താരങ്ങളുടെ ഒരു വൈറൽ കേക്കാണ്. അവർ കേക്ക് ബേക്ക് ചെയ്യാണ്. ആ. അപ്പോൾ ശ്രീകണ്ഠൻ സാറ്, നമ്മുടെ ശ്രീകണ്ഠൻ സാറ് കോമഡി മാസ്റ്റേഴ്സിലേക്ക് വരികയാണ്. പുള്ളിയും തുടങ്ങാൻ പോകട്ടോ. ഓക്കെ. അപ്പോൾ ഓക്കെ. എല്ലാ പ്രേക്ഷകർക്കും കോമഡി മാസ്റ്റേഴ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. എനിക്ക് തോന്നുന്നു ഇതൊരു ക്രിസ്മസ് എപ്പിസോഡാണ്. അപ്പൊ ഈ ക്രിസ്മസ് എപ്പിസോഡിന് ഒരു വെറൈറ്റി ആയിട്ട് ഷാജോൺ, എനിക്ക് തോന്നുന്നു ഷാജോണും എന്റെ ഡ്രസ്സും ഏകദേശം ഒരുപോലെയാണ്. കാരണം പലതവണ ഷാജോണോട് വന്നിട്ട് എന്റെ ഡ്രസ്സ് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ അഖിലുണ്ട്. ഈ തവണ സാന്റാ ക്ലോസ് ആയിട്ട് മാറാൻ പോകുന്ന എലീനി ആയിരിക്കും. അതുപോലെ തന്നെ ശ്വേത അതിനൊപ്പം ഉണ്ടായിരിക്കും. അപ്പൊ എന്തൊക്കെയായാലും ഞങ്ങളുടെ ഈ ഐറ്റം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരുപാട് വൈറലായ വ്യക്തികൾ എയറിലാണ്. അപ്പൊ അവിടെ എയർ കേക്കിംഗ് ബേക്കിംഗ് ആണ്. അപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ ഈ തവണ ഏറ്റവും കൂടുതൽ എയറിലായ ഒരു വ്യക്തിയുണ്ട്. കൊച്ചു പയ്യനാണ്. എനിക്ക് ഭയങ്കര സങ്കടമായി. നമ്മുടെ സ്വന്തം ബേസിൽ ജോസഫ്. നമുക്ക് അദ്ദേഹത്തെ നിറഞ്ഞ കൈയോട് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ബേസിൽ. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് സാർ. ഒരുപാട് സന്തോഷം. ആ ബേസിൽ, എനിക്ക് തോന്നുന്നു ബേസിൽ ആകെ ഒരു ഡൗൺ ആയി പോയില്ല ബേസിൽ. അല്ല, സത്യം പറഞ്ഞാൽ ഞാനിപ്പോ മൊത്തത്തിൽ ഡൗൺ ആണ്. കാരണം എന്റെ ഒരു വീഡിയോ കടന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഇങ്ങനെ കൈ കൊടുക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞു. അതെ. അപ്പൊ ഈ ഞാൻ മൊത്തത്തിൽ വൈറലായി. അത് ടോവി ആയാലും രാജുവേട്ടനായാലും ഇപ്പൊ നസ്രി അടക്കം എന്നെ ട്രോളി അങ്ങ് കൊല്ലാണ്. ട്രോളി കൊന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ബേസിൽ ഞാൻ ഒരു ഷെയ്ക്കേണ്ടി വന്നിരിക്കാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും ഷെയ്ക്കേണ്ടി തരും. അതെ, എനിക്ക് ഇതെല്ലാവരും കഴിഞ്ഞിട്ട് ഷെയ്ക്കേണ്ടി വരണം. കാരണം ഇനി ഒരിക്കലും ഷെയ്ക്കേണ്ടി വരാൻ പോകാൻ പാടില്ല, കേട്ടില്ലേ? മാത്രമല്ല ഒരുപാട് പേര് വൈറലായിട്ടുണ്ട്. ഇപ്പൊ കല്യാണം കഴിച്ച് വൈറലായ വേറൊരാളുണ്ട്, നമ്മളെ ബാലചേട്ടൻ വരുന്നത്. ബാലചേട്ടാ നമസ്കാരം. ആ ബാല, നല്ലൊരു കൈ കൊടുക്കാം ബാല. ഈ തവണ കല്യാണം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഞാൻ കൊച്ചി വിറ്റ് പോയി. എന്റെ പുതിയ വീടാ ബാല. അത് പുതിയ വീടല്ല, അത് വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. അത് പറയാൻ പാടില്ല. ഞാൻ ഒരു സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ കല്യാണം കഴിഞ്ഞപ്പോ കല്യാണം കഴിച്ച് ആദ്യമായിട്ട് ഏരിൽ കയറുന്ന ആള് ഞാനാണ്. എനിക്കറിയില്ല എന്തിനാണെന്ന്. അതുകൊണ്ട് എന്റെ കല്യാണത്തിനിട്ട പൂമാല ഞാനിവിടെ എന്റെ കേക്കിലേക്ക് സമർപ്പിക്കാൻ വന്നിരിക്കേ. പൂമാല പോയപ്പോ വേറൊരു സാധനം താഴെ പോയി ബാല. അല്ല, അപ്പൊ ഞാൻ പൊട്ടണ. ഞാനിങ്ങോട്ട് വന്നപ്പോ ഒരാളെ കണ്ടു. പുള്ളി കിളി പോയിട്ടിരിക്കേ. ഷൈൻഡോ ചാക്കോ എവരെ? അവരുണ്ട്. പിന്നല്ലാതെ വില കറിയാതെ കേക്ക് കുറിക്കാൻ വന്നാണോ? ഇവിടെ കേക്ക് കുറിക്കുമ്പോ എന്റെ കാര്യം പറയണ്ടേ? പറയാൻ വേണ്ടിയല്ലേ ഇവിടെ നിക്കണേ, അല്ലേ? അടിപൊളി. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ക്രിസ്മസ് ആകുമ്പോ ഞങ്ങൾ 2 അടിക്കും. ഷാൻചേട്ടൻ നമ്പർ ഇടണം, അതുപോലെ അഖില് നമ്പർ ഇടണം. ബാക്കിയുള്ള ഒരു എത്ര ഇട്ടാൻ കുഴപ്പമൊന്നുമില്ല. ഈ കേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോണു. ഈ കേക്കിനകത്തേക്ക് ഒരു റമ്മ് ഒഴിച്ചും റമ്മ് എന്റെ തക്കുരുവിനെ കൂടി തക്കുടൂനെ മാറ്റിയിട്ട് റമ്മിനകത്തേക്ക് ഒഴിക്കും. എന്നിട്ട് അതിനകത്തേക്ക് 2 സൈഡിലും ബീഡി കത്തിച്ച് വയ്ക്കും. ഈ കേക്ക് മുറിച്ച് വെച്ചിട്ട് ഓരോ ബീഡി വലിച്ചു കഴിഞ്ഞാൽ ഈ തീരുന്ന പ്രശ്നമുള്ളത് നിങ്ങളിത് പറയുന്നത് കാര്യമില്ലെന്ന്. അത് കല്യാണം കഴിക്കുന്നത് എളുപ്പമുള്ള പരിപാടിയല്ലേ, ഇത് മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ കൂടെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾക്ക് കേക്ക് കൊടുത്ത് വയറിലായ ഒരു പയ്യനുണ്ട്, ഒരു കൊച്ചു പയ്യൻ, നമ്മുടെ നെസ്ലിൻ അറിയില്ലേ? ഷാൻചേട്ടൻ വാ വിളിച്ചിരിക്കുന്നു. നെസ്ലിൻ അറിയില്ല? എന്ത് പണ്ടായിരുന്നത്? ബീറും ഇങ്ങനെയാണോ കേക്ക്? ഇങ്ങനത്തെ കേക്കൊന്നും ഞങ്ങൾ കൊടുങ്ങല്ലൂർ ഭാഗത്ത് കഴിക്കാറില്ല. ഒരിക്കലും ഇത് ഭയങ്കര മോശമായി പോയി. കാരണം ഞങ്ങളൊക്കെ പിള്ളേരല്ല കേട്ടോ. പിള്ളേരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ? പിള്ളേരല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ എയറിലാവണേ, അറിയില്ലേ? അത് പറഞ്ഞിട്ടില്ല. പല പിള്ളേരും അങ്ങനെ എയറിലായിട്ട് എന്നെ അങ്ങനെ എയറിലാക്കും നോക്കണ്ട. ഇപ്പൊ ഞങ്ങള് വേറൊരാള് വന്നിട്ടുണ്ട്, കാറിടിച്ച് വയറിലായ വേറൊരാള്. ബൈജുവേട്ടാ ഇത് മോശമല്ല കേട്ടാ. വണ്ടിക്കാകുമ്പോ തട്ടും. വർത്തമാനം പറയരുത് കേട്ടോ. അതെന്തായിട്ട് ഞാൻ നല്ല കാര്യമല്ലേ പറഞ്ഞത്. കേക്കിന്റെ പേരൊന്ന് പറയാവോ?
ഇത് പ്ലം കേക്ക്, ഇത് ബിയർ ഒഴിച്ചു കഴിഞ്ഞാൽ ബിയർ കേക്ക്, റം ഒഴിച്ചു കഴിഞ്ഞാൽ റം കേക്ക്, അല്ലാണ്ട് എന്നാ കേക്ക് ഇത്? മര്യാദ വേണ്ടേ? ഒരു മര്യാദ. നിങ്ങളെ പേര് വല്ല ഇട്ടിട്ടുണ്ടോടെ? പേരിട്ടുണ്ട് എയർ കേക്ക്. എയർ കേക്ക് അല്ലേ? 24 മണിക്കൂർ ഏറി പോണ ഒരൊറ്റ ആളേ ഉള്ളൂ. ദുബായ് ടു കൊച്ചി, കൊച്ചി ടു ദുബായ്. RJ മിഥുൻ. ഏറ്റവും കൂടുതൽ എയറിലായ വ്യക്തി ഇപ്പൊ ഞാനാണ്. ഞാനൊരു എന്റെ ഒരു ക്ലാപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയല്ല, ഈ ഒരു ലെവലിലാണ് എന്റെ ക്ലാപ്പ്. എങ്ങനെയാണ് എയറിൽ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഞാനിവിടെ ഷൂട്ട് കഴിഞ്ഞ് നേരെ ദുബായിക്ക് പോകും, ദുബായിൽ നേരെ കൊച്ചിക്ക് വരും. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ കേക്കിലിടാൻ വേണ്ടിയിട്ട് ഒരു ഈന്തപ്പഴം പറിക്കാൻ നേരെ പനയുടെ മടലേക്ക് പിടച്ചു കയറി, അങ്ങനെ എയറിലായ ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു ഈന്തപ്പഴം നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ഒരു ഈന്തപ്പഴം നേരെ നമ്മുടെ പക്രു ചേട്ടന് കൈമാറുകയാണ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പക്രു ചേട്ടാ. നമസ്കാരം, ഒരുപാട് സന്തോഷം. താങ്ക് യു മിഥുൻ. പക്രു ചേട്ടൻ സത്യം പറഞ്ഞ് തിന്നു കളയരുത്, ഇതിനകത്ത് ഇടാറുള്ളതാണ്. കാരണം ഇത് ഇവിടെ ഇരിക്കട്ടെ, മലയാള സിനിമയിൽ പലരും എയറിലായിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാലോ. കാരണം ഏറ്റവും വലുതായിട്ട് എയറിലായത് നമ്മളുടെ എൻ്റെ ഏറ്റവും സുഹൃത്തായിട്ടുള്ള ടിനിച്ചേട്ടനാണ്. ടിനി ഇപ്പൊ എവിടെയാണ്? ബഹിരാകാശത്താണോ? അല്ല ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ ടിനിച്ചേട്ടെന്ന് വിളിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഞാൻ പലതവണ ഇപ്പൊ ഏറി പോയിട്ട് നേരെ സ്റ്റാർ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ക്രിസ്മസിന് നിങ്ങൾ വീട്ടിൽ സ്റ്റാർ നോക്കണ്ടെങ്കിൽ എന്റെ പടമുള്ള സ്റ്റാർ ആയിരിക്കും. കാരണം അത് മേലേക്ക്, കാരണം ഇദ്ദേഹത്തെ ഞാൻ ജപ്പാൻ, കാനഡ, നൈജീരിയ, ബീഹാർ മുതലായ എല്ലാ രാജ്യങ്ങളിലും ബീഹാർ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എളി വെച്ച് കൊണ്ടുപോയിട്ടുന്ന ആളാണ്. ഇപ്പൊ പുള്ളി എയറിൽ താഴെയായിട്ട്, ഞാനിപ്പോ എയറിലാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതാരാണിത്? ഈ സൗണ്ട് ഇവിടെ കേട്ടിട്ടില്ല. അല്ല, ഇത് ഞാൻ ഉദ്ദേശിച്ച സൗണ്ടല്ല, ഇത് വേറെ രണ്ടാണ്. ഉണ്ണി, നമ്മുടെ സ്വന്തം ഉണ്ണി ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ണി ഉണ്ണി മൂന്നൻ. എന്താ പറയാ, ക്രിസ്മസ് ആയിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ ഞാന് കേക്ക് കഴിക്കില്ല, കാരണം ഞാന് മുട്ടയുടെ ഉണ്ണി മാത്രമേ കഴിക്കൂ. എനിക്ക് അതാണ് ഉണ്ണി മൂന്നൻ. അതാണ് ഇദ്ദേഹത്തിന്റെ പേര്, ഉണ്ണി ആയതുകൊണ്ട് മുട്ടയുടെ ഉണ്ണി മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ ഇതിന് ശേഷം മിമിക്രി ഉണ്ട്, ആരും പോകരുത് കേട്ടോ. ഇത്ര എയറിലായത് പോരെ, ഇനിയും വേണോ? അല്ല ഉണ്ണി ഉള്ളതുകൊണ്ട്. സുരേഷ് ചേട്ടനെ ഞാൻ എവിടെ കണ്ടായിരുന്നു? സുരേഷ് ചേട്ടൻ ഞാനിവിടെ ഉണ്ട്. ഒരുപാട് സന്തോഷം. ഏറ്റവും കൂടുതൽ ഈ കേക്കെന്ന് പറയുമ്പോൾ തന്നെ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഭയങ്കര വിലയാണ്. അപ്പൊ അതുകൊണ്ട് സ്വന്തമായിട്ട് ഈ കേക്ക് വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് ഓരോ ജില്ലകളിലേക്കും കയറ്റി അയക്കാനുള്ള നടപടിക്രമങ്ങൾ ഷാജോൺ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ശ്വേത ഏറ്റെടുക്കണം. ഡൽഹിയിൽ മോദിജിയോട് ഞാൻ പറയാം, ശ്വേത ഉടനെ പോയി അതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യണം. സുരേഷ് ഞാൻ സുരേഷ് അണ്ണനല്ല, സുരേഷ് ജി. സുരേഷ് ജി, എനിക്ക് വിജയണ്ണനെ കാണണം. വിജയണ്ണനെ കാണണമെങ്കിൽ 1231. ഹേ ഭാസ്കര, വായടക്കേ. ഇതെന്താ കേക്കോ? കേക്കിൽ എന്താന്ന് വെച്ചേട്? അണ്ടിപ്പരിപ്പോ, മുന്തിരിങ്ങോ, കശുവണ്ടിയോ, ബദാമോ? എന്റെ വക വടക്കനാഥ ക്ഷേത്രത്തിലെ കുറച്ച് ചന്ദന വിട്ട് കൊടുത്താൽ. നിങ്ങളൊന്നും പറഞ്ഞാ പോരാ, ആറാട്ടെണ്ണം പറയണം കേക്കിന് റിവ്യൂ പറയണമെങ്കിൽ. ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ പേര് സന്തോഷ് എന്നാണ്. അപ്പൊ ചിലർ ആറാട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചാനലിൽ വരുന്നത്. സന്തോഷ്, ഒരുപാട് നല്ല കേക്കാണ്, സൂപ്പർ കേക്കാണ്. സന്തോഷ്. എന്റെ പേര് ക്രിസ്മസിന് നീ എന്റെ കേക്കും കൊണ്ട് പോയില്ലേ? എന്റെ പേര് സന്തോഷ് എന്നാണ്. നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കി വിജയണ്ണനെ വിജയനെ കാണും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ഏറ്റവും കൂടുതൽ ക്രിസ്മസ് രാവിലെ ഏറ്റവും കൂടുതൽ ഒരു സസ്പെൻസ് പൊളിക്കുകയാണ്. വേറൊന്നുമല്ല, ഏറ്റവും കൂടുതൽ പ്രപ്പോസ് ചെയ്ത ലേഡീസ് ലിസ്റ്റാണ് ഈ കാണുന്നത്. അത് നിങ്ങൾക്ക് ഐശ്വര്യമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റി കാണാം. ഏറ്റവും കൂടുതൽ പ്രപ്പോസ് ചെയ്ത ലിസ്റ്റാണ് കാണാൻ പറ്റി. ഇത്രയും ലേഡീസിനെ പ്രപ്പോസ് ചെയ്തതാണ്. അപ്പോൾ അവരുടെ ഡയാന എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവളെ കല്യാണം കഴിഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ വിടുവാണ്. ഞാൻ പൊട്ടനല്ല. ഞാൻ പൊട്ടനല്ല. എനിക്ക് വിജയണ്ണനെ കാണണം. നനച്ച വണ്ടി കയറി എനിക്ക് വിജയണ്ണനെ കാണണം. അല്ല, ഞാൻ KB ഗണേഷ് കുമാർ. നനച്ച വണ്ടി എന്ന് പറയുന്നത് KSRTC. അതുകൊണ്ട് നനച്ച വണ്ടിയുടെ കാര്യം പറയണ്ട, വേറൊന്നുമല്ല. നനച്ച വണ്ടി അത് മാറ്റി, ആ നനഞ്ഞ വണ്ടിയാണ്, മലയാളത്തിൽ പറഞ്ഞ നനഞ്ഞ വണ്ടിയാണ്. ആ നനഞ്ഞ വണ്ടി മാറ്റി ഇപ്പോൾ എല്ലാം ക്ലീൻ ആക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം, കാസർഗോഡ് വഴിയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും KSRTC വഴി കേക്ക് എത്തിക്കാനുള്ള പരിപാടി നോക്കും. നിങ്ങൾക്ക് വിജയണ്ണൻ ആരാണെന്നറിയോ? എന്താണെന്നറിയോ? വിജയണ്ണൻ ആരാണെന്ന് നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. വിജയണ്ണൻ എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയണ്ണനെ അറിയാത്ത ആരുമില്ല. എല്ലാവർക്കും വിജയണ്ണനെ അറിയാം. അതായത് എനിക്കൊരു വിജയണ്ണൻ അറിയില്ലേ? എന്റെ വിജയണ്ണൻ
നിനക്ക് എന്റെ അണ്ണൻ ശിവനെ അറിയോ? ഇല്ല. അറിയില്ലേ? ഇല്ല. എനിക്ക് നമുക്ക് കങ്കുവ കാണാൻ പോവാ. കങ്കു കാണാൻ വേണ്ടി നേരെ അല്ല വിട്ടു. അല്ല എനിക്ക് തോന്നുന്നു എനിക്ക് വിജയണ്ണനെ കണ്ടാ മതി, കങ്കു വേണ്ട. നീ എന്റെ തക്കുരു കണ്ടിട്ടുണ്ടോ? കുഞ്ഞി തക്കുരു. ഇല്ല. നമുക്ക് അത് കാണാം. ആദ്യം ഒരുപാട് കാണാനുണ്ട്. തക്കുടു വേണമെങ്കിൽ അവിടെ ഓർമ്മ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് നോക്കൂ. വാ നീ വാ. ഒരുപാട് സന്തോഷം. വിജയുടെ തക്കുരു. അവര് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഞാൻ വിജയണ്ണ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിരുന്ന KSRTC വഴി. പക്ഷെ ആ ആഗ്രഹം ബാല സഹായിച്ചിരിക്കുകയാണ്. ഇപ്പൊ ശ്രീകണ്ഠ സാറ് ഞാൻ മൈക്ക് കൊടുക്കുകയാണ്. അപ്പൊ എന്തൊക്കെയായാലും ഗണേഷി അവ വലിയൊരു സന്തോഷമാണല്ലേ. ആ നമുക്ക് ഏറ്റവും വലിയ അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമായിട്ട്. കാരണം അത് കുറെ നാളായിട്ട് ആ പാവം കരഞ്ഞുകൊണ്ട് നടക്കുക. അതുകൊണ്ട് എത്രയും വേഗം അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ചു. അപ്പൊ എന്തൊക്കെയായാലും ഈ ക്രിസ്മസ് രാവിലെ ഒരു സന്തോഷകരമായ വാർത്ത. വിജയണ്ണനെ കാണാൻ ഉണ്ണിക്കണ്ണൻ നേരെ ചെന്നൈയിലേക്ക് പോയിരിക്കുന്നു. നമ്മുടെ ബാല അതിന് ഒരു ചാൻസ് കൊടുത്തു എന്നുള്ളതാണ്. ബാല അല്ലേ ലീന? ബാല കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ ബാല കൊടുക്കട്ടെ, നമുക്ക് ഈ കേക്ക് മുറിച്ച് ഈ ക്രിസ്മസ് ആഘോഷിക്കാം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. മൂന്നാളും ഒരു നോൺ സ്റ്റോപ്പ് എക്സലന്റ് സ്ക്രിപ്റ്റിംഗ്, എക്സലന്റ് പെർഫോമൻസ്. ഉണ്ണിക്കണ്ണനാണെങ്കിലും എല്ലാരും ആക്ച്വലി ബാല, നമുക്കറിയുന്ന ടിനിയേട്ടനും എല്ലാരും, നമുക്ക് പക്രു ചേട്ടൻ, എല്ലാരും, സുരേഷ് ചേട്ടൻ, എല്ലാരും ഒരുപാട് വോയിസുകൾ കേൾക്കാത്ത കുറെ വോയിസ് വന്നു. ഏറ്റവും ബെസ്റ്റ് യൂഷ്വലി അവരെങ്ങനെയാ പറയാ, ഓരോരോ ആർട്ടിസ്റ്റ് വരിക, പിന്നെ അതിന്റെ ഒരു ബോഡി ലാംഗ്വേജ് എടുക്കുക, അങ്ങനെയൊന്നുമില്ല. ഇത് ഒരു കോർത്ത് സൂപ്പർ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് സൂപ്പർ ആയത്. അതെ, ഞങ്ങൾ ആദ്യം ഇത് ജസ്റ്റ് അരുൺ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു സംഭവം പറഞ്ഞു, ജസ്റ്റ് മെൻഷൻ ചെയ്തപ്പോൾ പുള്ളിയോട് ഞങ്ങൾ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ ഗ്രൂമേഴ്സിനോട് പറഞ്ഞ സജഷനൊക്കെ വെച്ചിട്ടാണ് ഇത് ഫൈനലൈസ് ചെയ്തത്. നല്ല റൂമേഴ്സിന് വലിയൊരു കൈയടി. യെസ്, അഖിലിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ. അല്ലേ? ഇല്ല, എന്നാലും അഖില് പറഞ്ഞ അഖിൽ ഒരാളെ കൊണ്ടൊരു ടീമിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്നത് തന്നെയാണ്. സംശയമില്ല. അതെ, അഖില് പറഞ്ഞു ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് സച്ചിൻ കിടുന്ന പ്ലെയർ ആണ്. പക്ഷെ സച്ചിന്റെ കോച്ച് സച്ചിന്റെ അത്ര കളിക്കണമെന്നില്ല. അല്ല, പക്ഷെ സച്ചിന്റെ കോച്ച് ബിന്ദു പണിക്കറിയില്ല. അമ്മ അമ്പലത്തിൽ ഇറച്ചത് എവിടെ പോയിട്ട് ഇതൊക്കെ ഇറങ്ങി എന്റെ അടുത്ത് തന്നെ വരും. ഇനി ഈ 2024 ചില സാധനങ്ങൾ എത്ര പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. അപ്പൊ ഇനി 2024 അവസാനം വരെ ഇത് എന്തായാലും ഓടും. 2025 ഇത് ഓടാൻ തുടങ്ങുക. 2025 ഇത് വൈറലായി ഓടിക്കും. ഇവൻ മിമിക്രി അസോസിയേഷൻ ഇപ്പൊ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഉടനെ ഞാൻ ഗ്രൂപ്പിലിടും. പിന്നെ പറയണോ? പിന്നെ ടിനി അത് ഏറ്റെടുത്തോളും. പിന്നെ പൊക്കോളും. അങ്ങനെ ക്രിസ്മസ് പൊടി പൊടിച്ചതിന്റെ ഭാഗമായിട്ട് ഇവരുടെ മിമിക്രിങ് കൂടി ആയപ്പോഴത്തേക്കും കിഡിലമായിരുന്നു. താങ്ക് യു. കാരണം ഇവരോടൊന്നും ശരിക്കും താങ്ക്സ് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. ഇവിടെ തന്നെ പെർഫോം ചെയ്ത് ഇവിടുന്ന് വൈറലായി. ഇവരിപ്പോ ഞാൻ തന്നെ ആങ്കർ ചെയ്യുന്ന പല വേദികളിൽ ഇവരാണ് സ്റ്റാർസ്. അതുകൊണ്ട് ഇവരെ എപ്പോഴും കാണുന്നില്ല. അതിലേറെ സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് സ്റ്റേജുകൾ ലഭിക്കട്ടെ. ഇതുപോലെ തന്നെ കിടിലമായിട്ട് മുന്നോട്ട് പോട്ടെ. മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. റിഷാദില്ലേ, ഇവന്റെ സ്വന്തം ശബ്ദവും മറന്നു. അന്ന് ഇവിടെ ഫ്ലോറിലൊന്ന് കാണുമ്പോ ആദ്യം വന്നിട്ട് സുരേഷ് ഏട്ടന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നു. കുറച്ചു വേണ്ടി ചോറ് കഴിച്ചു എന്ന് വെച്ചത് ബാലയുടെ ശബ്ദത്തിൽ. ഇതാണ് എന്റെ ഒറിജിനൽ വോയിസ്. നമ്മൾ അല്ലാണ്ട് സംസാരിക്കാം. എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, നല്ലപോലെ പോകണല്ല. ഇപ്പൊ എങ്ങനെ പോകുന്നു? സ്റ്റേജിലൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ടോ? ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. സന്തോഷമായില്ലേ? എവിടെ മോന്റെ വീട് എവിടെയാണ്? കൊല്ലത്ത് എവിടെയാണ്? പാരിപ്പള്ളി. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഉമ്മ, ഉപ്പ, 2 അനിയത്തി, പിന്നെ ഇക്ക, പിന്നെ ഞാനും. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, നമ്മളൊക്കെ പെട്ടെന്ന് കാണുമ്പോ ഞാൻ ഇർഷാദായിട്ട് കുറെ തവണ നമ്മൾ മീറ്റ് ചെയ്ത് നമ്മൾ നല്ല കൂട്ടുകാരാ. അപ്പൊ എവിടെയെങ്കിലും പോകുമ്പോ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് വിളിക്കും, ഏളേനാ. അപ്പൊ ഞാൻ ഇവിടെ ബാലച്ചേട്ടനോ ഇങ്ങനെ എന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു അല്ലാതെ മിണ്ടുമ്പോഴും ഇടയ്ക്ക് ബാലച്ചേട്ടൻ കല്യാണം നടത്തി കൊടുത്തു. എവിടെ പോയാലും ബാലച്ചേട്ടൻ. ഇപ്പൊ എല്ലാ ഇന്റർവ്യൂ നോക്കിയാലും ബാലച്ചേട്ടന്റെ ബാലക്കാട്ടിലും മുമ്പ് അല്ലെ വീട് വെച്ചു കൊടുത്തു. വീട് അതെ, എവിടെ പോയാലും പുള്ളിക്കാരന്റെ ഫേസ് ആണ് ആദ്യം വരുന്നത്. ഈ റിഷാദ് പണ്ട് എനിക്കറിയില്ലായിരുന്നു. റിഷാദ് പണ്ട് മുതലേ നമ്മുടെയൊക്കെ പരിപാടി കാണാൻ വേണ്ടിട്ട് ഉത്സവപ്പറമ്പിൽ വരുമായിരുന്നു. അന്ന് നീ ഇവന്റെ ബിന്ദു പണിക്കർ
ഈശ്വരാ. അഖിൽ ഇനി നീ മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും ഉറക്കോ കളഞ്ഞ് ഒരു ആവശ്യമില്ലാതെ പരിപാടിയാണ് ഉത്സവം പറയപ്പെടുന്നത് കറങ്ങി. അതുകൊണ്ടേ എനിക്കിപ്പോ ഇത് പറയേണ്ടി വന്നത്. അല്ല ഞാന് അഖിൽ ചേട്ടന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിട്ട് എന്റെ എനിക്ക് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഞാനിങ്ങനെ കാണാൻ വേണ്ടി പോകും. അന്ന് ചെയ്ത ഏതായിരുന്നു ഓർക്കുന്നുണ്ട്? അന്ന് ഞാൻ ചെയ്യാറില്ല. ബിന്ദു പണിക്കറിന്റെ വോയിസ് ഞാൻ ഇത് ചെയ്യൂലടാ, സത്യം പറയടാ. ചെയ്യുമായിരുന്നോ ഒന്ന്? കേട്ടിട്ടുണ്ടോ? പുള്ളി അതേ ചെയ്യത്തുള്ളായിരുന്നു. ആണോ? Thanks. എന്ന് പറഞ്ഞിട്ട് നടക്കുക. ഇതാണ് ക്ഷമിക്കണം കേട്ടോ. നീ ബിന്ദു പണിക്കർ എടുക്കോ? ഋഷാദ് ബിന്ദു പണിക്കർ എടുക്കോ? ഇല്ല. ഭാഗ്യം. അതുകൊണ്ടല്ല ഇത് കഴിയുമ്പോ ബിന്ദു പഠിക്കാൻ എന്നെ അങ്ങ് എടുക്കും. ഇവരെ രണ്ടുപേരെയും കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എല്ലാ പെർഫോമൻസും നിങ്ങളുടേതും അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഒരുപാട് ഫാൻസും ഫോളോവേഴ്സും ഒക്കെ ഉള്ള ടീമുകളാണ് നിങ്ങൾ രണ്ടുപേരും. പിന്നെ നമുക്ക് ഒന്നിച്ച് കൂടാം അല്ലെ? അതുപോലെ തന്നെ ക്രിസ്മസും വിശേഷ ദിവസങ്ങളിലും ഒക്കെ. അപ്പൊ നമുക്ക് ഇവർക്ക് സമ്മാനമൊക്കെ കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കണം. ഗിഫ്റ്റ് കൊടുക്കാം. ശ്വേത ചേച്ചി, ഷാൻ ചേട്ടാ, പ്ലീസ് ജോയിൻ. നമ്മുടെ 3 കിടിലങ്ങൾക്കും ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. ലണ്ടൻ ക്ലാസിക് നൽകുന്ന അടിപൊളി ഷർട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. സന്തോഷമായില്ലേ? സാധാരണ ഇങ്ങനെയൊക്കെ ഒരു അവസരം വരുമ്പോൾ നമ്മൾ എന്നാ ചെയ്യാന്നറിയോ? ഈ ബ്രേക്ക് പറയുമ്പോൾ ഈ ഒരു സ്റ്റാറിന്റെ വോയിസിൽ കേട്ടാൽ കൊള്ളാം എന്നൊക്കെ പറയും. അപ്പൊ ഇന്ന് നമുക്ക് ബിന്ദു പണിക്കർ ചേച്ചിയുടെ വോയിസ് അവിടെ വെച്ചിട്ട് നമുക്ക് ബ്രേക്ക് 9 വയസ്സ് കേട്ടാലോ? അതാരെടുക്കും? അതാരെടുക്കുന്നത്? നോബി നന്നായിട്ട് ആണോ നോബി ചേട്ടാ? നോബി ഒന്ന് ചെയ്തടാ പ്ലീസ് ചെയ്യ് നോബി ചേട്ടാ. ഫോണിൽ പ്രോഗ്രാമിന്റെ ആളാണ്. ആര് ശരിക്കും ചെയ്യാ? ശ്വേത ചേട്ടാ അല്ല ശരിക്കും ആരാ എടുക്ക? നയനാരപ്പൂപ്പന്റെ അല്ല അതെന്താ വെച്ചാൽ എന്റെ എഴുത്തിനിരുത്തിയത് നയനാരപ്പൂപ്പനാണ്. ഞാൻ അപ്പൂപ്പ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ ഫാമിലിയായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. ഒന്ന് പറയോ? നല്ല രസമായിരിക്കും. ആരാ ചെയ്യുന്നത്? അത് വെറുതെ പറഞ്ഞു. ഞാൻ എന്റെ 5ാം ക്ലാസ്സില് കോമഡി CD കണ്ടു തുടങ്ങിയതാണ്. അപ്പൊ അത് ആരെയായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഒന്നും പ്ലീസ് എനിക്കറിഞ്ഞോളൂ. ഞാൻ പണ്ട് ചെയ്തോണ്ടിരുന്നു. ട്രൈ ചെയ്തു. ഇങ്ങനെ പണ്ട് ചെയ്തെന്ന് പറഞ്ഞ ഓരോരുത്തർ ചെയ്തിട്ട് ഇപ്പൊ കണ്ടെന്ന് വഴി ഒന്ന് നോക്കാം, ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് കിട്ടുമെന്ന് ഒന്ന് നോക്കി. ഇല്ലെങ്കിൽ നമുക്ക് വിടാം. ഒന്നുകൂടെ ഇല്ലെങ്കിൽ നമുക്കത് കളയാം. ഒരിക്കലും കോട്ടം തൊട്ടില്ല. ഹലോ, നമസ്കാരം. ആരായത്? എവിടുന്നാ വിളിക്കുന്നേ? പറഞ്ഞോ. ആണല്ലേ? രമണന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അന്വേഷണം പറയണം കേട്ടാ. വൈഫ് ഭാര്യയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഹലോ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് രമേശ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. കഴിഞ്ഞ ക്രിസ്മസിന് മേടിച്ച കാശ് തിരിച്ചതാടാ. മേടിച്ച പൈസ തിരിച്ചു വയ്ക്കണാടാ. നിനക്ക് ഈ വർഷമല്ല അടുത്ത ക്രിസ്മസിന് ഹാപ്പി ഉണ്ടാവൂല. ഉള്ളല്ലോ. എന്തായാലും ഞാൻ ഇന്ന് അടിച്ചു പൊളിക്കും. റാണി മോളെ, മനുഷ്യ നിങ്ങൾ ഈ കിടന്ന് തൊള്ളറക്കുന്നേ? ഇവിടെ വന്നേ. നീ ഒന്ന് അടങ്ങ്. നീ നിന്റെ മാല പണയം പറ്റ വിഷമത്തിലായിരുന്നില്ലേ? ആ വിഷമം നീ കണ്ടിന്യൂ ചെയ്തോ. പക്ഷെ അതിന് പകരം കുറച്ച് മാലപ്പടക്കങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വീടിനകത്ത് പടക്കം കൊണ്ട് വന്നേക്കരുന്ന്. ഇതുപോലെ കഴിഞ്ഞ ക്രിസ്മസിന് പടക്കം പൊട്ടിച്ചിട്ടാണോ നമ്മുടെ അപ്പച്ചന്റെ ഓർമ്മശക്തി പോയേ? ഇനി നിന്റെ വർത്താനം കേട്ടാ തോന്നുന്നു ഞാൻ പടക്കം പൊട്ടിച്ചിട്ടാണ് അച്ഛനെ സംഭവിച്ചതെന്ന്. ആ അപ്പുറത്ത് വീട്ടിലെ ബെന്നിയല്ലേ? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കഴിഞ്ഞ വർഷം ക്രിസ്തുമസിന് 3 നിലയിൽ പോയി പൊട്ടുന്ന ഡൈനാമിറ്റിക്ക് ഈ ബെന്നി തീ കൊടുത്ത് അത് പറമ്പിന്ന് മാറിയിട്ട് വട്ടം കറങ്ങി ഞങ്ങളുടെ ബാത്റൂമിന്റെ മുകളിൽ വന്ന് വീണു. ആ ബാത്റൂമിൽ അപ്പച്ചനുണ്ടായിരുന്നു. അത് ഷീറ്റും തുളച്ച് നേരെ ബാത്റൂമിൽ വന്നിട്ട് ടുന്നും പണ്ടൊരു ഒറ്റപ്പൊട്ട്. പിന്നെ ബാത്റൂമിന്റെ ഉള്ളിൽ വർണ്ണ കാഴ്ചകളായിരുന്നു. പച്ച, മഞ്ഞ, നീല, എന്റെയൊക്കെ കളറുകളായിരുന്നു. അവസാനം ഞാൻ നോക്കുമ്പോ ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം പറന്നുണ്ടായിരുന്നു. പിന്നെ അല്ല എനിക്ക് മനസ്സിലായി അച്ഛന്റെ കിളി പറന്നു പോയെന്ന്. ആ പറന്നുപോയ കിളി ഇന്നേ വരെ തിരിച്ചു വന്നിട്ടില്ല. അല്ല
ഇനി ഇവിടെ തൂക്കിയിട്ടിരുന്ന നക്ഷത്രം എന്തിയെ? നക്ഷത്രത്തിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതല്ല. നിങ്ങളുടെ അപ്പച്ചനോട് ഞാൻ പറഞ്ഞ ആ നക്ഷത്രം ഒന്ന് കത്തിക്കാൻ. പുള്ളി മണ്ണെണ്ണ ഒഴിച്ച് മൊത്തം കത്തിച്ചു. എന്റെ ദൈവമേ, കിളി പോയാ ഇങ്ങനെ ഉണ്ടാവുമോ മനുഷ്യന്മാര്? എന്നിട്ട് അപ്പച്ചൻ എവിടെ? അപ്പച്ച അപ്പച്ച എന്താ അപ്പച്ച? മോളി എന്നെ തിരിച്ചു വിളിക്കുന്നു. ആ ജോണിക്കുട്ടി. എന്റെ ദൈവമേ, ഞാൻ ജോണിക്കുട്ടി അല്ല. ഇങ്ങോട്ട് വന്നേ. അപ്പച്ച, ഞാൻ അപ്പച്ചന്റെ മൂത്ത മകൻ വിലിസൺ. വില്ലി, അത് നീയാണ്? ഇല്ല, അത് ഞാനാണ്. ഈ ജോണിക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തി അപ്പച്ചന്റെ ഇളയ മോളുടെ ഭർത്താവ്. അതായത് എന്റെ അളിയൻ. ഇന്ന് മുതൽ അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇത് മറിക്കേ കേക്കണ്ട. കേക്കിണ്ടാന്ന ക്രിസ്മസ് ആയിട്ട് ഇപ്പൊ എടുത്തിട്ട് കാളെ പറ്റുന്ന അറിയുമ്പോ കയറെടുക്കാനായിട്ട് ഓടേണ. എന്റെ ദൈവമേ, എല്ലാത്തിന്റെയും കിളി പോയി കിടക്കേണ്ടല്ല. ഒരു കിളി, ഇരു കിളി, ചേട്ടേ ഒരു മുക്കിളി. ചേട്ടേ, ഈ അപ്പച്ചൻ കാരണം ഞാൻ തോറ്റ്. ഇനി നീ പരീക്ഷക്ക് പഠിക്കാഞ്ഞിട്ടല്ലേ നീ തോറ്റത്? അപ്പച്ചന്റെ തലയിലും ഒക്കെയാണ്. പ്ലസ് ടു തോറ്റ കാര്യമാണോ ഞാൻ പറഞ്ഞത്? അപ്പച്ചന് കക്കൂസി പോണോന്ന് പറഞ്ഞ് എന്നെ കൂട്ടു വിളിച്ച് ഞാൻ അപ്പച്ചനെ കൊണ്ട് കക്കൂസി ചെന്ന് കഴിഞ്ഞപ്പോഴേ എന്നെ അതിന്റെ അകത്തേക്ക് തള്ളിയിട്ടിട്ട് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞേ, എടി കൊച്ചേ വേഗം ഇറങ്ങി, ഇല്ലെങ്കിൽ ഞാൻ ഈ പുറത്തിരിക്കോട്ടെന്ന്. ഇരിക്കും. കാര്യം നമ്മുടെ അപ്പച്ചന്റെ സ്വഭാവം നിനക്ക് അറിയാല്ല. അപ്പച്ചൻ എവിടെ ചിന്തിക്കുന്നുവോ അവിടെയാണ് ശൗചാലയം. ബൾബ് കത്തുന്നില്ല. തലയിലത്തെ അല്ലേ? അല്ല, കക്കൂസിലെ. അത് കത്തിച്ചളയാ. ഒന്ന് പോണം. ഞാനൊന്ന് പോയതാ. എനിക്കൊന്ന് പോണം. അതിന് എന്റെ എന്തെങ്കിലും വേണോ? വേണ്ട. എന്നാ പോ. അല്ല പിന്നെ വരുന്നോ? എന്റെ പൊന്നപ്പച്ച, ഞാനില്ല. വിളിക്കണ വിളി കേട്ടാത്തൊന്നും പൂരം കാണാൻ പോവാന്ന്. ചേട്ട്, ഈ അപ്പച്ചനെ ആശുപത്രി വല്ലതും കാണിച്ചാ ശരിയാവൂലേ? ഈ ഡോക്ടറെ കാണിച്ചതല്ലേ? എന്നിട്ട് ഡോക്ടറെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാൻ പറഞ്ഞു. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? നമ്മൾ തമ്മിലുള്ള വസ്തുതർക്കം, ബെന്നിയായിട്ടുള്ള അതിർത്തി തർക്കം, വഴിക്കട പോണ പെണ്ണുങ്ങളുടെ അപവാദങ്ങള്, ഇതെല്ലാം ഡോക്ടറോട് പറഞ്ഞു. എന്നിട്ട് എന്താ പിന്നെ വസ്തു തർക്കത്തിന്റെ കാര്യത്തിന് വേണ്ടി വക്കീലിനെ കാണാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പറയാത്ത രോഗങ്ങളില്ല. അവസാനം എനിക്ക് കൺഫ്യൂഷൻ അടിച്ചിട്ട് വക്കീലിനെയും ഡോക്ടറെയും ഒരുമിച്ചിരുത്തിയിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടാണ് അച്ഛൻ മരുന്നിനുള്ള ചീട്ട് കുറിച്ചത്. എന്നിട്ട് മരുന്ന് മേടിച്ചാ? അതിന് ചീട്ട് എന്റെ കയ്യിലുണ്ടാ? ചീട്ട് എവിടെ പോയി? ചീട്ട് വസ്തുവിന്റെ ആധാരം ഒന്നും പറഞ്ഞ് പുള്ളി അലമാരയിൽ വെച്ച് കൂട്ടി. അച്ഛന്റെ കാലശേഷം നിനക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പച്ചൻ ഇത് എന്തും ഭാവിച്ചാണ്. അവിടെ അല്ലടാ ലൈറ്റും ബഹളവും പാട്ടും കൂത്തും. അല്ല കല്യാണമാണോ? വിളിച്ചോ നമ്മളെ? പോണ്ടേ? ഉടുക്കാം, വാ പോവാ. എന്റെ അപ്പച്ച കല്യാണമാണെന്നും പറഞ്ഞ് നക്കിത്തിരാൻ അങ്ങോട്ട് ചെല്ലല്ലേ. ഇന്ന് ക്രിസ്തുമസ് അല്ലേ? അതിന്റെ ആഘോഷങ്ങളാ. ഇന്ന് ക്രിസ്മസാ? പിന്നെ ഇന്ന് ക്രിസ്തുമസ്. അപ്പൊ ഇന്നലെയോ? ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലെ എന്തായിരുന്നു? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ള. ഇന്നലെ എന്തായിരുന്നു? വെളിവും വെള്ളിയാഴ്ചയില്ലാതെ കേറി വന്നിട്ട് അന്നമ്മ വേറെ തുണി വേറെ എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ കിടന്നേ? അതാണ് പറഞ്ഞത്. നീ കിടക്കണ്ടോടത്ത് നീ കിടന്നില്ലെങ്കിൽ നിന്റെ സ്ഥാനത്ത് അന്നമ്മ കയറി കിടക്കും. എന്തുവാ? ഒന്ന് നിർത്തിക്കേ ചേട്ടേ. നമ്മുടെ അപ്പച്ചനെ ഈ അവസ്ഥയിലാക്കിയ ആ ബെന്നിക്കിട്ടൊന്ന് കൊടുക്കണ്ടേ? കൊടുക്കണ്ടേന്നാ ഇതൊന്നെ ഞാൻ മറന്നുപോയി വിചാരിച്ചിരിക്കായിരുന്ന. എടി, നമ്മുടെ അപ്പച്ചൻ ഇത് ചെയ്തവനുണ്ടല്ല, ഞാനിന്ന് പ്രതികാരം ചെയ്യും. അറിയാമോ നിനക്ക്? പിന്നല്ലാതെ നീ പോയിട്ട് 4 കുപ്പി എടുത്തിട്ട് വന്നേ. അപ്പൊ സമയം കാത്തിരിക്കും നിങ്ങൾ വെള്ളം അടിക്കാനല്ലേ? നീ വെള്ളം അടിക്കാനല്ല, നീ പോയിട്ട് 4 കാലിക്കുപ്പി എടുത്തിട്ട് വാ. ബാക്കി തീപ്പെട്ടി ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ സമ്മതിച്ചേട്ടാ. പ്രതികാരം വീട്ടാൻ വേണ്ടി ക്രിസ്മസ് വരെ നോക്കിയിരുന്നു. പിന്നല്ലാണ്ട് ഇതെന്ത് സാധനമായിട്ടെ? അടി അത് വാണങ്ങളാ. ഒന്ന് എലിവാണോ ഒന്ന് പൂച്ച വേണോ? ഇത് രണ്ടും ഒരുപോലെ ഇരിക്കണ. ഇതെങ്ങനെ തിരിച്ചറിയും? ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഒരുമിച്ച് തീ കൊടുക്കണം. ആദ്യം വിട്ടളിച്ചു പോണത് എലിവാണം, പുറകെ പിടിക്കാൻ പോണത് പൂച്ച വേണം. നിരത്തി വെച്ചേ. പിന്നെ ഇത് സാധാരണ വാണങ്ങളൊന്നും അല്ല, ഇത് മിസൈലാണ്. മിസൈല്. പിന്നല്ലാതെ ഇതിങ്ങനെ വെക്കണം, ഇതിങ്ങനെ വെക്കണം, എന്നിട്ട് അങ്ങോട്ട് ചരിച്ചു വെക്കണം. ബെന്നിയുടെ അങ്ങാട് എന്നിട്ട് ഇതിന്റെ മൂട്ടി തീ കൊടുത്തു വെച്ചിട്ടുണ്ടല്ല, ബെന്നിയുടെ തല നിന്ന് കത്തും. അപ്പച്ചോ, ഇപ്പൊ തലയിലത്തെ കിളിയല്ലേ പോയിട്ടുള്ളു. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൂട്ടിലെ കിളി കൂടി പോകും. മാറിക്കങ്ങാട് എല്ലാരും സൂക്ഷിച്ച് നോളോട്ടോ. എല്ലാവരും ചെവിയോത്തിക്കോ, ചെവിയോത്തിക്കോ. കാരണം ഭയങ്കര സൗണ്ട് ആയിരിക്കും. പിന്നെ അവന്റെ തല പൊട്ടി തെറിക്കുന്ന സൗണ്ട് വേറെ. അപ്പൊ ഞാൻ തീ കൊടുക്കാൻ പോണ്. ഞാൻ തീ കൊടുക്കാൻ പോണ്. ചെവിയോത്തിക്കോ. അയ്യോ ഓടിക്കോ. എന്ത് കാര്യത്തിന് എന്നെ അളിയായി കിടന്ന് കാണിക്കണത്? അല്ല ഞാൻ ഓടിച്ചിട്ട് പടക്കം പൊട്ടിക്കായിരുന്നു. അളിയുടെ വീഴ്ച കണ്ടപ്പോ പടക്കം അളിയിട്ട് ഓടിച്ച പോലെയാണല്ലോ. അയ്യോ തന്നെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രോ? എന്റെ പൊന്നളിയ, ഇത് തുമ്പേ ഒന്നും അല്ല. എന്തായാലും അളിയൻ വന്നത് കറക്റ്റ് സമയത്താ. ഊണുകളൊക്കെ വെച്ചിട്ടുണ്ടാ? ഒറ്റ ചിന്തയുള്ളൂ. ഒന്നല്ല, എല്ലാവർക്കും ഉള്ള പോലെ ഇപ്പുറത്ത് ഒരു ചിന്ത.
പിന്നെ അളിയ ഇത് എന്നാ പരിപാടി തന്നെ ഇത്? എന്റെ അളിയാൻ അറിയാല കഴിഞ്ഞ ക്രിസ്തുമസിന് ഈ ബെന്നി പടക്കം പൊട്ടിച്ചിട്ട് നമ്മുടെ അപ്പച്ചന്റെ ഓർമ്മ പോയതാണ്. ഈ വർഷം ഞാൻ അവനോട് മധുരപ്രതികാരം ചെയ്യും. അത് വേണം അളിയ, മധുരപ്രതികാരം തന്നെ ചെയ്യണം. കാരണം അവന് ഇച്ചിരി ഷുഗർ ഉള്ളതാ. ഇവിടുന്ന് മധുരം ചെല്ലുമ്പോ ഷുഗറും മധുരവും ചേർന്ന് പോട്ടിലാവാൻ തീരും. ആണല്ലേ അളിയ? ഈ ഇരിക്കുന്ന സാധനങ്ങൾ കണ്ട, ഇത് വെറും റോക്കറ്റ് അല്ല, പിന്നെ ഇത് മിസൈലാണ്. സെൻസർ വെച്ച മിസൈല്. പിന്നെ ഇത് കത്തിച്ചങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ല, ബെന്നി എവിടെയുണ്ടോ അവന്റെ തല അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ ചെന്ന് കൊട്ടും. ഷാപ്പിലെ പൂച്ചയാണോ അതങ്ങനെ തല മാത്രം കണ്ടുപിടിച്ചെടുക്കാനായിട്ട്? എന്റെ അളിയ, ഞാനിവിടെ പൊട്ടിക്കണ കാര്യം പറയുമ്പോ അളിയൻ ചീറ്റിപ്പോണ കോമഡി പറയല്ലേ. ഇത് അങ്ങനത്തെ ഒരു സാധനം. അത് എന്റെ അളിയന് മാത്രമല്ല പ്രതികാരം, മരുമകൻ എന്ന രീതിയിൽ എനിക്കുണ്ട് ബെന്നിയോട് പ്രതികാരം. അപ്പത്തെ കിളി പോയത് കാരണം 2 പവന്റെ സ്വർണ്ണം എനിക്ക് ബ്ലോക്ക് ആയത്. എന്തായാലും അളിയന് വെറുതെ എന്തിനാ പൈസ മുടക്കിയത്? അവനോട് പ്രതികാരം ചെയ്യാനായിട്ട് അവൻ ചെയ്ത പോലെ നല്ല കിടുക്കാച്ച് ഡൈനാമറ്റുമായിട്ടാ ഞാൻ വന്നേക്കണത്. കണ്ടാ? അളിയനിങ്ങ് വന്നേ. എന്താണ്? ചെറിയൊരു കിളിവർക്ക് വിട്ടാ പോരെ? ഇതെന്തായാലും പൊട്ടിച്ചു കഴിഞ്ഞാൽ അവന്റെ തലേന്ന് ചക്കിപ്പരുന്ന് പറഞ്ഞു പോവല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇത് 2ആയിട്ട് മുറിച്ചിട്ട് ഇതിന്റെ പകുതി കൊണ്ട് അവനെ പൊട്ടിക്കാം. അതൊന്നും വേണ്ട, ഞാൻ ഇവിടെ മിസൈൽ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. തൽക്കാലം ഇത് വെച്ച് പൊട്ടിക്കാം. അതുകൊണ്ട് പറ്റിയില്ലെങ്കിൽ നമ്മൾ അത് പ്രയോഗിക്കും. എവിടെ തീപ്പെട്ടി? കണക്കാക്കി ഇറങ്ങിയാക്കിയല്ലേ അളിയൻ. അല്ലാണ്ട് അപ്പേ എല്ലാവരും ചെവി ഒത്തിക്കോ. അമ്മാതിരി സൗണ്ട് ആയിരിക്കും. അവന്റെ തല പൊട്ടിത്തെറിക്കാൻ പോയാണ്. ചെവി ഒത്ത്. അല്ലെ നിങ്ങൾ പൊത്തി കഴിഞ്ഞ അപ്പൊ എന്റെ ചെവി ആര് പൊത്തും? ഒരു കാര്യം ചെയ്യ്, ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട് നീ വന്നിട്ട് ഓടി വന്ന് എന്റെ ചെവി പൊത്തണം. നിങ്ങൾ ആദ്യം ഒന്ന് കത്തിച്ചു വിട്ടോ. കത്തിക്കാൻ പോണ് മോളെ, ഞാൻ കത്തിക്കാൻ പോണ്. അളിയാ, ഞാൻ കത്തിക്കാൻ പോണ്. മോളെ, ചേട്ടൻ കത്തിക്കാൻ പോണ്. ചേട്ടൊക്കെ പേടിയാണ്. കുറെ നേരമായില്ല കത്തിക്കാൻ പോണെന്ന് പറയണത്. ബെന്നി, നീ മേടിച്ചൊന്ന് കത്തിക്കണത്. എന്റെ ടെഡിബിയറെ, ഈ നിസാര സംഭവത്തിലാണോ ഈ കിടന്ന് വെപ്രാളപ്പെടുന്നത്? എന്നൊരു കാര്യം ചെയ്യ്, അളിയൻ കത്തിക്ക്. തീപ്പെട്ടിയാണോ? ചന്ദനത്തിരിപ്പുണ്ടോ അടി? അകത്തുണ്ട്. ഞാൻ കത്തിച്ചിട്ട് വരാം. അളിയാ, അവനെ ഉന്നം വെച്ച് സാധനം വെച്ചോ, കൃത്യസമയത്ത് സംഭവം ഞാൻ പൊട്ടിച്ചു കാണിച്ചു തരാം. അതല്ലേ 30 ഡിഗ്രി ചരിച്ചു വെച്ചിട്ടുണ്ട്. നേരെ അങ്ങോട്ട് തന്നെ പോലെ. ബെന്നി, എടാ മുറ്റത്ത് ഇറങ്ങിക്കിട്ടാ പോകല്ലേ, ഒരു ക്രിസ്തുമസ് സമ്മാനം ഉണ്ട് കേട്ടാ. എന്റെ തല പൊട്ടണം. തീപ്പെട്ടി ഉണ്ടോ കക്കൂസെ പോവാൻ? വായിൽ വെച്ചാക്കണ്. എന്റെ അപ്പച്ചൻ ഭിത്തി കയറി ചിരിച്ചിരുന്നാലേ അടങ്ങുള്ളോ. ഞാൻ ബീഡി വലി നിർത്തി. മാറിക്കേ, എല്ലാരും ഒന്ന് മാറിക്കേ. വഴി വേണേ. അളിയാ, ഇതിന്റെ അറ്റം എനിക്ക് കാണാൻ പറ്റുന്നില്ല. മുട്ടുന്നുണ്ടോ നോക്കിക്കേ. അളിയോ, ഇതെന്താ ഇത്? അല്ലത് പൊട്ടിക്കട്ടെ നമുക്ക്. ഇത്രയും നീട്ടമുള്ള ധൈര്യം അളിയന്റെ അടുത്തുണ്ടെങ്കിൽ അത് എനിക്ക് തന്നാ പോരായിരുന്നു. ഞാൻ പൊട്ടിക്കൂലേ? എന്റെ അളിയ, ഇത് മുട്ടിയാലേ പൊട്ടുള്ളൂ. അതൊന്ന് മുട്ടിച്ചതൊന്നും. ഇത് പൊട്ടിക്കാൻ പിന്നെ എനിക്ക് പൊട്ടിച്ചൂടെ? എന്റെ അളിയ ഒന്ന് മുട്ടിക്ക്. നീ ഒന്ന് പൊട്ടിച്ചൂടെ? ഒന്ന് മുട്ടിച്ചേ. എടാ, എനിക്കത് പറ്റൂലെന്ന് പറഞ്ഞില്ലേ? എന്റെ അളിയ ഒന്നും എല്ലാരും ചെവിത്തി പിടിച്ചോ, ഇപ്പൊ തന്നെ ഞാൻ പൊട്ടിക്കും. എന്റെ ചേട്ടൻ നോക്ക്. അയ്യോ, അപ്പത്തെ തീ കൊടുത്ത്. അളിയോ, വിട്ടലത്തി പോണ കണ്ട തല തപ്പി പോകെ. എന്റെ അളിയ വിട്ട മിസൈലെ തെങ്ങേ തട്ടി തിരിച്ചു വരുന്നത്. ടവറെ തട്ടി ഇങ്ങോട്ട് വരുന്നത്. തല മാത്രം കണ്ടുപിടിച്ച് പൊട്ടിക്കുന്ന മിസൈല്. ഇത് കണ്ടുപിടിച്ച അളിയന്റെ തല. അല്ല, ഇതേ പൊട്ടാഞ്ഞത് ഭാഗ്യം. ഇല്ലെങ്കിൽ ഇവിടെ മരട് വെടിക്കെട്ട് കിടന്നാല്. ഇനിയിപ്പോ ഏതായാലും ഇനി 2 മിസൈൽ കൂടി ഉണ്ടല്ലോ. അതെന്താ, ഡിഗ്രി മാറിപ്പോയി. എന്തോ ഡിഗ്രി മാറിപ്പോയി. തല മാത്രം അന്വേഷിക്കുന്ന ഇതാണോ ഇതും? അല്ല, അതെ ഇതേടാ തിരിയിട്ട് ഇതും കൂടെ കൊണ്ടോടാ. ഹാപ്പി ക്രിസ്മസ്.
ക്രിസ്മസിന്റെ തണുപ്പ് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുന്നു അല്ലേ? എങ്ങനെയുണ്ട് ആവേശം? സൂപ്പർ. ഏയ് കുപ്പി ഇപ്പൊ പൊട്ടിക്കരുത്, പൈൻ്റെ ചെയ്തിട്ട് പൊട്ടിക്കാം. തണുപ്പിങ്ങനെ കൂടിക്കൂടി വരികയാണ്. ആണ് 23 നാളെ 24 26 27 28 കഴിഞ്ഞോ? ബിന്ദു പണിക്കർ എടുക്കുന്നുണ്ടോ? കൊടുക്കാൻ പറ്റിട്ടുണ്ട്. നീ ഇപ്പൊ ചെറിയ ഇല്ല, ഇനി ഞങ്ങൾ പറയില്ല, ഇനി ഞങ്ങൾ അതിനെ പറ്റി പറയത്തില്ല. കഴിഞ്ഞു കേട്ടോ. ക്രിസ്മസ് എപ്പിസോഡില് എനിക്കറിയാം 5 മിനിറ്റ് ഇത് പറയാനല്ലോ. ഇല്ല പറയില്ല. ഇല്ല ഷാൻ ചേട്ടാ, ക്രിസ്മസ് എപ്പിസോഡുകളാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ല നല്ല ഇവിടെ ഒരു അവാർഡും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. നല്ല ആഘോഷങ്ങൾ വരുമ്പോൾ ഒരു അവാർഡും ഇല്ല. ആകെ കിട്ടുന്ന 2 ലെവലുകൾ പറഞ്ഞൊന്ന് സ്ക്രീൻ സ്പേസ് എടുക്കാൻ നോക്കുമ്പോൾ സമ്മതിക്കില്ല. ഇനിയൊന്നും പറയാനില്ലല്ലോ. അപ്പൊ നാളെ ഇതിലും അടിപൊളിയായിട്ട് നമ്മൾ വരികയാണ്. പക്ഷെ അപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ്, ക്രിസ്മസിന് ഇനി 2 ദിവസമേ ഉള്ളൂ. അപ്പൊ എൻജോയ് ചെയ്യാ. കീപ് ലവിങ്. ഗുഡ് നൈറ്റ്. ടാറ്റാ.